കൈ പൊടിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ഇന്നലെ ഞാൻ നോക്കുമ്പോഴത് നല്ല കുറവായിട്ട് തോന്നുന്നുണ്ട്. തൊട്ടക്കും ഒരു മുഴ പോലെ ഉണ്ട്, അതിപ്പോ കാണുന്നില്ല. ഞാൻ വന്നത് അതിനല്ല. ഇപ്പം ഡോക്ടർ സാറിപ്പോൾ ഇങ്ങനെ മുഴനെ പറ്റി പറഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് അത് അവിടെ ഇല്ല എന്ന സംഭവം. തലേന്റെ ബാക്ക് സൈഡിൽ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ മഴ കാണുന്നില്ല. തലയുടെ ബാക്ക് സൈഡിൽ ഒരു മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ മഴ കാണുന്നില്ല. ഇത് മരുന്നൊന്നും ഇല്ലാതെ രോഗം ചോദിക്കാതെ ഇവിടെ കുറെ തട്ടിപ്പ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂട്ടിക്കൊടുക്കും. കാരണം നിങ്ങളുടെ മഴ എന്നോട് പറഞ്ഞില്ലല്ലോ, പറയാതെ മാറിയതല്ലേ. ഉണ്ട്, നല്ല മാറ്റമുണ്ട്, ഒരുപാട് ചേഞ്ച് ആയി. ഞാൻ ഇങ്ങനെയല്ലേന്നോ ബാടി തൂങ്ങിയിട്ടാണ് ഞാൻ അന്ന് ഇവിടെ വന്നിരുന്നത് ഈ ചെയറില്. പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കര ഉഷാറായിട്ട് തിരിച്ചു പോണത്. എന്താ പഠിച്ചത്? ഞാൻ നഴ്സിംഗ് ആയിട്ട് പോണു, പിന്നെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പുറത്തുനിന്നു UAE-ലായിരുന്നു. ഞാൻ ജനറൽ മെഡിസിൻ. എനിക്ക് കഴുത്തിന്റെ ബാക്കിലായിരുന്നു ഒരു മുഴ. ഒരാഴ്ചയായിരുന്നു തുടങ്ങിയിട്ട്. ഭയങ്കര പെയിൻ ചെയ്യുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇന്നലെ സാറ് കൈ പൊടിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ഡോക്ടേഴ്സൊക്കെ ഇനിയൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ തിരിച്ചു പോയിക്കോളി, കിഡ്നിക്ക് ബാധിക്കാണ്ട് നോക്കിയാൽ മതി, തിരിച്ചു പോയിക്കോളി തന്നെ. എനിക്ക് ബ്ലാഡർ ചുരുങ്ങിപ്പോയ അസുഖം 8 വർഷമായി തുടങ്ങിയിട്ട് ഒരുപാട് ഡോക്ടേഴ്സിന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തേ. പക്ഷെ ഒന്നിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മെഡിസിൻസ് ഒക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങി. ആന്റിബയോട്ടിക് ആണെങ്കിലും പെയിൻ കില്ലർ ഒന്നും എടുത്തിരുന്നില്ല. പിന്നെ പെയിൻ കാരണം ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. 3 മാസം കഴിപ്പിച്ച് ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങിയിരുന്നത്. ഒരു 40% സക്സസ് ആവാൻ ചാൻസ് ഉള്ളു. കാരണം പരമാവധി ഒരു 120 mm ആയിട്ട് ബ്ലാഡർ ചുരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് വയറിൻ്റെ ഉള്ളിൽ നിന്ന് കുടൽ മുറിച്ചെടുത്തിട്ട് ബ്ലാഡർ വലുതാക്കാണ്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് ഓർക്ക് പോലും കൺഫ്യൂഷനാണ്. ഞാൻ ഒരുവിധം എല്ലാ വലിയ വലിയ ഹോസ്പിറ്റലിലും കാണിച്ചു, പ്രൊഫസർമാരെ കാണിച്ചു, കുറേ ട്രീറ്റ്മെന്റ് ചെയ്ത്, പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് 2ാമത്തെ ദിവസം മുതൽ എനിക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്ന് ഞാൻ ഒരു മെഡിസിൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഈ 8 വർഷമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോകുന്നൊരു ടൈം വെച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് എനിക്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റം പോലും ഫീൽ ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകണ ഒരു ടെൻഡൻസി വരും. അപ്പോൾ എന്താ പറയുക, ഒരു രാത്രിയൊക്കെ ആണെങ്കിൽ 10 വട്ടമൊക്കെ ഞാൻ നീറ്റ് നടക്കും. ഇവിടെ വന്നിട്ട് ഞാൻ ആ ഒരൊറ്റ പ്രാവശ്യം രാത്രി നീട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ടൈം ഫുള്ള് ഞാൻ ഉറങ്ങുക. അതേപോലെ ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നില്ല. വെറും 14 ദിവസമൊക്കെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വന്നിട്ട് എനിക്ക് കുറേ ചേഞ്ച് വന്നു. പെയിന് മാറി. എനിക്ക് ബാക്ക് സൈഡൊക്കെ നല്ല പെയിൻ ആയിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ നോക്കുമ്പോഴേ സെല്ലുലാർ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു ഇതാണെന്നാണ് നേരത്തെ ഒരു 10 വർഷം മുൻപേ ഒക്കെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഞാനത് സാർ പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല, മരുന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്നലെ ഞാൻ നോക്കുമ്പോഴത് നല്ല കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് വന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതുപോലെ വേദനയ്ക്കും. ഇത് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ശരിക്കും നോക്കുമ്പോഴും ഉള്ളിലേക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നല്ല കുറവുണ്ട്. തലേന്റെ ബാക്ക് സൈഡിൽ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ മഴ കാണുന്നില്ല. തലയുടെ ബാക്ക് സൈഡിൽ ഒരു മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ മഴ കാണുന്നില്ല. എത്ര നാളായിട്ടുള്ള? ഒരു 10 വർഷത്തോളമായി. 10 വർഷം. മുടി മുട്ട അടിച്ചാല് മുടി കളഞ്ഞാല് ആ മഴ പുറത്തേക്ക് വേണ്ടിയിരുന്നു. ഇപ്പൊ ആ മഴ എവിടേക്കേ പോയിന്ന് അറിയുന്നില്ല. ഒരു 10 വർഷമായിട്ടുള്ള മണ്ടയിൽ ഉണ്ടായിരുന്ന മഴ കാണുന്നില്ല. ചിരടിക്ക് വേദന ഉണ്ട്, അത് തൊട്ടക്കും ഒരു മുഴ പോലെ ഉണ്ട്, അതിപ്പോ കാണുന്നില്ല. ഞാൻ വന്നത് അതിനല്ല, ഞാൻ സ്ട്രോക്ക് ഉണ്ടായിട്ട് വന്നതാണ്. സ്ട്രോക്കിന് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു മഴ ഉണ്ടായിരുന്നു, ആ മഴ ഇപ്പൊ കാണാനില്ല. ആ മഴ എത്ര നാളായിട്ടുണ്ടായതാണ്? 1 വർഷമായി. എൻ്റെ കയ്യിലെ തൊക്കിയിൽ ഒരു 10-20 വർഷമൊന്നല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. തൊക്കിലൊരു ചെറുമാതിരി ഇങ്ങനെ ഒരു മുഴ പോലെ ഉണ്ടായിന്. പിന്നെ അത് ഇങ്ങനെ വലുതായി ഇങ്ങനെ വന്നും കൊണ്ട് നിന്നീന്. അപ്പോൾ എൻ്റെ മോൾക്ക് ഇങ്ങനെ കാണിച്ചോളം ഫോട്ടോക്കെ എടുത്തീന്. എന്നോട് പറഞ്ഞു, ഉമ്മ നിങ്ങളിത് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഞാൻ അത് അവിടെ നിന്ന് അതിനൊരു കുഴപ്പമില്ല. അപ്പം ഇപ്പം ഡോക്ടർ സാറിപ്പോൾ ഇങ്ങനെ മുഴനെ പറ്റി പറഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് അത് അവിടെ ഇല്ല എന്ന സംഭവം. ഇപ്പം തപ്പി എനിക്ക് ഓർമ്മയില്ല. ഇവിടെ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കായപ്പം പോലെ ഉണ്ടായിരുന്നു തൊക്കില്. പക്ഷെ ഞാൻ കുറേ ഈ കോഴിക്കോട് ഹോസ്പിറ്റൽ ഇവിടെ ഫുള്ളും കാണിക്കാതെ ഒരു ഹോസ്പിറ്റലും ഇല്ല. അപ്പം ലാസ്റ്റാണ് പറയും ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് പിന്നെ കണ്ടാണ് ഇങ്ങോട്ട് ഇവിടെ എത്തിയത്.